നമ്മൾ വിജയശതമാനത്തിൻ്റെ അളവ് കോൽ നോക്കുമ്പോൾ വളരെ ഉയർന്ന വിജയശതമാനമാണ് ഈ വർഷവും നേടിയിട്ടുള്ളത്. എന്നാൽ വളരെ കുറച്ച് കുട്ടികൾ ഈ ശതമാനത്തിന് പുറത്ത് നിൽക്കുന്നുണ്ട്. നമുക്ക് അവരിൽ നിന്നും തുടങ്ങാമെന്ന് തോന്നുന്നുണ്ട്. ഈ കുട്ടികളോടും അവരുടെ രക്ഷിതാക്കളോടും അതുപോലെ അവരുടെ ചുറ്റിലുള്ള ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അടങ്ങുന്ന ആളുകളോടും എന്താണ് പറയാനുള്ളത്? പരീക്ഷ എന്ന് പറയുന്നത് ജീവിത വിജയത്തിനുള്ളൊരു സാധനമല്ല. പരീക്ഷ എപ്പോഴും ഉപരിപഠനത്തിന് മാത്രം തീരുമാനിക്കപ്പെടുന്നൊരു കാര്യമാണ്. ഉപരിപഠനത്തിന് പോകുന്ന ആൾക്കാർ മാത്രമേ ജീവിതത്തിൽ വിജയിക്കൂ എന്നില്ലല്ലോ. അല്ലാത്തവരും ജീവിതത്തിൽ വിജയിക്കും. മാത്രമല്ല, ലോകത്ത് വിജയിച്ച ആൾക്കാരുടെ കണക്കൊക്കെ എടുക്കുമ്പോൾ പരീക്ഷയിൽ മാത്രം വിജയിച്ചിട്ടല്ല അവർ ആ മേഖലയിലേക്ക് എത്തിയത്. ഇപ്പോൾ ജീവിതത്തിൽ വിജയിക്കാൻ പരീക്ഷയിൽ വിജയിക്കണം നിർബന്ധമൊന്നുമില്ല. ഏകദേശം 1300ഓളം കുട്ടികൾ കഴിഞ്ഞ വർഷം 10ാം ക്ലാസ്സിൽ ഉപരിപഠന യോഗ്യത നേടാതെ പോയിട്ടുണ്ട്. അവർക്ക് വീണ്ടും ജൂൺ ജൂലൈ മാസത്തിൽ പരീക്ഷയുണ്ട്. ആ പരീക്ഷ കഴിയുമ്പോഴേക്ക് വളരെ കുറഞ്ഞ കുട്ടികൾ മാത്രമാണ് ഉപരിപഠന യോഗ്യത നേടാതെ വരാറുള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും ചില കാരണങ്ങളൊക്കെ ആയിരിക്കാം ഈ കുറച്ച് കുട്ടികൾ അത്തരത്തിൽ പിന്നോക്കം പോയത്. ഒരുപക്ഷെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് ചില പരീക്ഷകൾ എഴുതാതെ വന്നതായിരിക്കാം, അല്ലെങ്കിൽ മറ്റു ചില കാരണങ്ങൾ കൊണ്ടായിരിക്കാം. അവർക്ക് വീണ്ടും അവരുടെ പരീക്ഷ റിസൾട്ട് മെച്ചപ്പെടുത്താനുള്ള അവസരം സർക്കാർ തന്നെ ഒരുക്കുന്നുണ്ട്. ഭൂരിപക്ഷം കുട്ടികളും ആ പരീക്ഷ കഴിയുമ്പോഴേക്ക് പാസ്സാവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ.